സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും ധൂർത്ത് തുടർന്ന് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ പ്രചരണത്തിനായി 2,40,00,000 രൂപയാണ് അനുവദിച്ചത്. ഉത്തരവിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി രശ്മി കാർത്തിക ചേരുന്നുണ്ട്. രശ്മി, വലിയ സാമ്പത്തിക പ്രതിസന്ധി, ഈ ശമ്പളവും പെൻഷനും പോലും നൽകാൻ സാധിക്കാത്ത രീതിയിലുള്ള അപ്പോഴാണ് ഈ മുഖാമുഖം പരിപാടിയുടെ പ്രചരണത്തിനായി മാത്രം 2,40,00,000 രൂപ അനുവദിച്ചു എന്ന വാർത്ത വരുന്നത്. എങ്ങനെയാണ്, വിവരങ്ങൾ എന്താണ്? രശ്മി, കേൾക്കാമോ? രശ്മി, സംസ്ഥാനം കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിലൂടെ പോകുമ്പോൾ, ഖജനാവ് കാലിയായിരിക്കുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിയുടെ പ്രചരണത്തിന് മാത്രമായി 2.5 കോടിയോളം രൂപ അനുവദിച്ച സാഹചര്യം, നമുക്ക് ലഭിച്ച വിവരങ്ങൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട്? ലക്ഷ്മി, 2,40,00,000 രൂപ അനുവദിച്ചാണ് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. മുഖാമുഖം പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഈ തുക പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ സമാനമായ രീതിയിൽ മുഖാമുഖത്തിന് വേണ്ടി തുക ഇത്തരത്തിൽ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം സംസ്ഥാനം ഏത് രീതിയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യം തന്നെ കടമെടുക്കേണ്ട ഗതികേടിലാണ് സംസ്ഥാന സർക്കാർ നിലവിലുള്ളത്. ഈ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയിട്ട് 5 മാസമാകുന്നു. KSRTC ജീവനക്കാർക്ക് ശമ്പളമില്ല. സാധാരണക്കാർക്ക് ഏറ്റവും ആശ്രയമായിട്ടുള്ള കാരുണ്യ പോലുള്ള ആരോഗ്യ പദ്ധതികൾ കുടിശ്ശിക കാരണം നിലയ്ക്കുന്ന ഒരു സാഹചര്യം. ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നില്ല. മരുന്ന് ലഭ്യത ഉറപ്പുവരുത്തുന്നില്ല. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഉൾപ്പെടെ ഈ മരുന്ന് വിതരണം ചെയ്യുന്നവർക്ക് കോടികൾ കുടിശ്ശിക ഉള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ട് മരുന്നുകളില്ലാത്ത ഒരു സാഹചര്യം. അതോടൊപ്പം മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനായി തദ്ദേശ വകുപ്പിന് തുക അനുവദിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഏറ്റവും അടിയന്തരമായി സംസ്ഥാനത്ത് നടത്തേണ്ട കാര്യങ്ങൾ ക്ഷേമ പെൻഷനുകൾ, അതോടൊപ്പം തന്നെ KSRTC ജീവനക്കാരുടെ ശമ്പളം, പെൻഷൻ, ഇതൊന്നും കൊടുക്കാനില്ലാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത്. അത്രത്തോളം പ്രതിസന്ധി തുടരുന്നതിനിടയിലാണ് സർക്കാർ ധൂർത്ത് തുടരുന്നത്. നവകേരള സദസ് ഉൾപ്പെടെ സംഘടിപ്പിച്ചിരുന്നു. അതിനുശേഷം കേരളീയം പരിപാടി സംഘടിപ്പിച്ചു. ഇപ്പോൾ വീണ്ടും മുഖാമുഖത്തിനായി 2.5 കോടി രൂപ അനുവദിച്ചു ഉത്തരവിറക്കിയിരിക്കുകയാണ്. അതും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇടതുമുന്നണിക്ക് കനത്ത പരാജയം മിക്ക മണ്ഡലങ്ങളിലും, എല്ലാ മണ്ഡലങ്ങളിലും ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പ്രധാനമായും പാർട്ടിയിൽ തന്നെ ഉയർന്ന ഒരു വിമർശനം, ഒരു വശത്ത് സാധാരണക്കാർക്കായിട്ടുള്ള ഇത്തരത്തിലുള്ള പദ്ധതികൾ നിലയ്ക്കുന്നു, മറുവശത്ത് സർക്കാർ യഥേഷ്ടം ധൂർത്ത് തുടരുന്നു. ഇത് വലിയ രീതിയിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി എന്നുള്ളൊരു വിലയിരുത്തലാണ് പാർട്ടി യോഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ നിലപാടുൾപ്പെടെ ഇതിൽ തിരിച്ചടിയായി എന്നുള്ള വിലയിരുത്തലുണ്ടായി. പക്ഷേ എന്നിട്ട് പോലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയിട്ട് പോലും വീണ്ടും ഈ ധൂർത്ത് സർക്കാർ തുടരുകയാണ്. ഇത്രത്തോളം സാമ്പത്തിക ഞെരുക്കത്തിൽ സംസ്ഥാനം മുന്നോട്ട് പോകുന്നതിനിടയിലും മുഖാമുഖം പരിപാടിക്കായി 2.5 കോടി രൂപ അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. ലക്ഷ്മി. ശരി, രശ്മിയാണ് വിവരങ്ങൾ നൽകിയത്.